ഹായ് ഹലോ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് കേട്ടോ. അമ്പലത്തിൽ പോകാനുള്ള തിടുക്കത്തിലാണ് ഞാൻ. ഇപ്പോൾ ഉള്ള ഡ്രസ്സ് എടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ. പാവാടയും ബ്ലൗസുമാണ് ഞാൻ ഇന്ന് ഇടുന്നത്. റെഡാണ്, റെഡ് കോമ്പിയാണ്. ഏട്ടൻ എനിക്ക് ബാക്കിലെ ബട്ടൺ കൊടുക്കിട്ട് വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് എന്തായാലും ബാക്കിലെ ബട്ടൺ ചെയ്യാൻ പറ്റില്ലല്ലോ. നേരമില്ലാത്ത സമയത്ത് ചെറിയ വഴക്കൊക്കെ കേട്ടിട്ടാണ് കേട്ടോ ബട്ടണൊക്കെ ഇടുന്നത്. പിന്നെ അക്കുമോൻ കുളിച്ച് വരുന്ന ആ ഒരു എന്താ പറയുക, അവൻ ഭയങ്കര നാണത്തിലാണ് കേട്ടോ. എന്താ അപ്പോഴേക്കും ഏട്ടൻ മാറ്റുവാണ് പോവാൻ വേണ്ടിയിട്ട്. ഏട്ടൻ്റെ മാറ്റലൊക്കെ വേഗം കഴിയും. പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾക്കുള്ള മാറ്റൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. എങ്ങനെ മാറ്റിയാലും തീരില്ല അല്ലേ. ഞാൻ ആദ്യം കുഞ്ഞ് മേക്കപ്പ് കേട്ടോ, അമ്പലത്തിൽ പോകാനുള്ള ഒരു കുഞ്ഞ് മേക്കപ്പ് എൻ്റെ അടുത്തുള്ള CC ക്രീം ഇട്ടിട്ട് ആദ്യം ഒന്ന് ഫൗണ്ടേഷൻ ഇടും. എന്നിട്ട് ജസ്റ്റ് എൻ്റെ കൈ കൊണ്ട് തന്നെ കേട്ടോ, എൻ്റെ അടുത്ത് പഫൊന്നുമില്ല, എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ഒക്കെ റെഡിയാക്കി ഒക്കെ സെറ്റ് ചെയ്യും കേട്ടോ. എൻ്റെ പഫൊക്കെ തീർന്നു പോയതാണ്, കഴിഞ്ഞു. പിന്നെ അടുത്തത് ഞാൻ എൻ്റെ കുഞ്ഞു മേക്കപ്പ് സെറ്റ് എടുക്കും. എന്നിട്ട് ചെറിയ ബ്ലഷ് ചെയ്യും, നൈസായിട്ട് ബ്ലഷ് ചെയ്യും കേട്ടോ. അധികം മേക്കപ്പ് വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിലേക്ക് അതിനെക്കൊണ്ട് എനിക്കൊരു ചമ്മൽ കേട്ടോ. പിന്നെ ജസ്റ്റ് ലാക്മിയുടെ ലിപ്സ്റ്റിക്ക് ഇട്ടു. പിന്നെ എനിക്ക് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള പൊട്ടാണ് കേട്ടോ, ഒരു ചന്ദ്രക്കല പൊട്ട്, അതാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ ഇതാ കാജൽ എഴുതി. അസിൻ്റെ വക ഒരു ചെറിയ ബ്ലഷ്, അത് പോരാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആൾ ബ്ലഷ് ചെയ്യുന്നത്. പിന്നെ പാറുട്ടീൻ്റെ മേക്കപ്പോ, പാറുട്ടി പിന്നെ നല്ല അസലായിട്ട് ബ്ലഷ് ചെയ്യും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളിയായിട്ട് ബ്ലഷ് ചെയ്യുന്നത്. അവൾ കണ്ടോ, കവിളിനൊക്കെ നല്ല ഭംഗിയാക്കി വെച്ചേക്കുക, കണ്ടോ. അടിപൊളിയായിട്ട് അവൾ ബ്ലഷ് ചെയ്യും. പിന്നെ അവൾ ഒറ്റയ്ക്ക് കുടുക്കിട്ടോളാന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഞാനൊന്ന് ജസ്റ്റ് കുടുക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അവൾ വള അതാ, കുപ്പി വള താഴെ പോയി ഒന്ന് പൊട്ടി. അപ്പോൾ ഇതാ മാല ഇട്ടേക്കുന്നു. പക്ഷെ എത്ര ഇട്ടാലും അവൾ മെലിഞ്ഞിട്ട് തന്നെയാണ്, എങ്ങനെ കഴിച്ചാലും തടിയിലോ ആവില്ല. ഞാനെന്താ പുതിയ വള ഇട്ടു. പിന്നെ പാറൂസിന് മേക്കപ്പ് സെറ്റാണ്. അത് തൊട്ടടുത്ത വീട്ടിലെ കുഞ്ഞാൻറ്റീൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. അതെന്തിനാറും ഞാൻ ചിവി പിടിച്ചേക്കുന്നത്, കമ്മലൊന്നും കാണുന്നില്ല. ഞങ്ങളാകെ ഫുൾ തിരക്കിലാണ്, എന്തൊക്കെ വെച്ചാലും കാണില്ല. പിന്നെ ഏട്ടന് ഒരേ ഒരു നിർബന്ധമാണ്, സിന്ദൂരം തൊട്ടിടണം. അപ്പോൾ അത് ഞാൻ ഏട്ടന് വിട്ടു കൊടുക്കും, സിന്ദൂരം തൊടാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിട്ട് സിന്ദൂരം തൊട്ടിരും. അപ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ പാറൂസ് വലുതായതൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അവളെ ഇപ്പം കട്ടിലിൻ്റെ മുകളിൽ നിന്നിട്ട് വേണം അവൾക്ക് മുടി കെട്ടി കൊടുക്കുക. എന്തായാലും അടിപൊളിയായിട്ട് ഞങ്ങൾ മാറ്റിയെന്ന് വിചാരിച്ചു.